ക്രിസ്മസ് അടുത്തു. അപ്പോൾ നമുക്കിന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. ഈസി ലൈറ്റായിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്കാണ്. റിച്ച് ഫ്രൂട്ട് കേക്ക് അല്ല. ഇതിൽ വളരെ കുറച്ച് ഫ്രൂട്ട്സേ യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ. എന്നിട്ടും എനിക്ക് ഇട്ടപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നി. കുട്ടികൾക്ക് എപ്പോഴും ഫ്രൂട്ട്സ് കുറച്ചുള്ളതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ 1-2 ഫ്രൂട്ട്സ് മാറിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് കുറച്ചിട്ടാൽ മതി. പിന്നെ റൈസിൻസിന് പകരം നമുക്ക് സാധാ ഉണക്കമുന്തിരിയോ അതെല്ലാം കട്ട് ചെയ്തിടണം. അത് ഞാൻ അതിൽ പറഞ്ഞു. എല്ലാം കട്ട് ചെയ്ത് തന്നെ ഇടണം. വലിയതായിട്ട് ഇടരുത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിടണമെന്ന് പറഞ്ഞത്. നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ ഏറ്റവും നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്കത് വാങ്ങാൻ ഈസി ആയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇവിടെ അടുത്ത കടയിൽ നിന്നാണ് പാറ്റൂർ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. അവിടെ ഇതൊക്കെ കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങാം. ഞാനത് പറഞ്ഞു തന്നത് ചില സാധനങ്ങൾ നമുക്ക് ബ്ലാക്ക് കറൻറ്റൊക്കെ ചില കടകളിലേ കിട്ടുള്ളൂ. ഇതിൽ ഉണക്കമുന്തിരി, ബ്ലാക്ക് കറൻറ്റ്, പിന്നെ ചെറി, tutifruity, പിന്നെ നട്ട്സ് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് തൊലി ചിരണ്ടിയത്. ഞാനിപ്പോൾ 2ആയിട്ടാണ് ഞാൻ സോക്ക് ചെയ്ത് കാണിക്കുന്നത്. എന്നുവെച്ചാൽ 2 ടൈപ്പായിട്ട്. ഒന്ന് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടും ഒന്ന് ബ്രാൻഡി ഒഴിച്ച് സോക്ക് ചെയ്തതും. ഇതിപ്പോൾ ഓറഞ്ച് തൊലി നിങ്ങൾക്ക് ചുരണ്ടിയെടുക്കാനായിട്ട് ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇല്ലാണ്ട് പതുക്കെ അതിൻ്റെ തൊലി ചെത്തിയെടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതി. അത് വെള്ളം വന്നു കഴിഞ്ഞാൽ കഴിക്കും. പക്ഷേ ഓറഞ്ച് തൊലി അത്യാവശ്യമാണ് അതിന് ആ മണം കിട്ടാനായിട്ട്. ഫ്രൂട്ടിൻ്റെ ഒരു മണം വേണം. ഞാനിത് ഫ്രൂട്ടിൻ്റെ മണം കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അതിൽ സ്പൈസസ് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെ സ്പൈസസ് കുറച്ചുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഓറഞ്ച് ജ്യൂസും ബ്രാൻഡിയും ബ്രാൻഡി കൂടിപ്പോയത്. ഒരു 4 ടേബിൾ സ്പൂൺ അങ്ങനെ മതി ഇത്രയും ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ. പിന്നെ വലിയ ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. tutifruity വലുതായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനൊന്ന് ചെറുതാക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോവും. ഇത് കുരുവില്ലാത്ത ഉണക്കമുന്തിരിയാണ്. അപ്പോൾ അതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയും ഇതും കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൽ ബ്രാൻഡി ഒഴിച്ച് ഞാൻ സെപ്പറേറ്റ് സോക്ക് ചെയ്ത് വെളിയിൽ വയ്ക്കും. പക്ഷേ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ കുപ്പി, ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കണം. പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വയ്ക്കരുത്. ഗ്ലാസ് ബോട്ടിൽ കഴുകി ഉണക്കിയെടുക്കണം. അതുപോലെ ഇതിന് നമ്മൾ സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെല്ലാം ഉണക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നനവ് വന്നു കഴിഞ്ഞാൽ അത് കേടാവും. ഇതിങ്ങനെ ഞാൻ 2 പാത്രത്തിലായിട്ട് മാറ്റുകയാണ്. പകുതി ഞാൻ മാറ്റി. പക്ഷേ നട്ട്സ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. അത് ഞാൻ സെപ്പറേറ്റാണ് ഞാൻ വയ്ക്കുന്നത്. അതിൽ കളറ് പിടിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. എല്ലാം പകുതിയാക്കി 2 പാത്രത്തിലും ആക്കി. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറിയും ഓറഞ്ച് പീലും അതൊക്കെ ചേർത്താൽ നല്ല മണം വരും. പിന്നെ ജിഞ്ചർ പീൽ ചേർക്കുന്നവരുണ്ട്, ഓറഞ്ച് പീലും ചേർക്കുക. ഇതിപ്പം ഞാൻ എല്ലാവർക്കും കിട്ടുന്ന മാതിരി ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയത് ചേർക്കുകയാണ്. ഓറഞ്ച് പീലും ജിഞ്ചർ പീലും കിട്ടുന്നവർക്ക് അത് ചേർക്കാം, കുഞ്ഞായിട്ട് കട്ട് ചെയ്ത്. അല്ലെങ്കിൽ ചുക്ക് പൊടിച്ചത് കുറച്ച് ചേർക്കാം. ഞാനിതിൽ ചുക്ക് പൊടിച്ചത് ചേർത്തിട്ടില്ല. ഒന്നിൽ ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് ഇളക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ കേട് വരും. അതുകൊണ്ട് ഞാൻ അതിനെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചത് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം, കുഴപ്പമില്ല. പക്ഷേ ബ്രാൻഡി ഒഴിച്ചത് നമ്മൾ ഒരു ദിവസം ഒരു ഫുൾ നൈറ്റോ അതല്ലെങ്കിൽ 24 hours വച്ചേക്കണം. ബ്രാൻഡിയോ റമ്മോ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ റം ഒത്തിരി സ്മെല്ല് വരും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. വളരെ കുറച്ചേ ഇത് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ സ്മെല്ലൊക്കെ വരും. ജസ്റ്റ് ആ ഫ്രൂട്ടൊന്ന് നനയണം, അത്രയും മതി. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പം കണക്കൊക്കെ തെറ്റിയാൽ, എനിക്ക് അങ്ങനെ ഒരിക്കലും അബദ്ധം പറ്റി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഈ നട്ട്സ് കട്ട് ചെയ്തത് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിൽ ബദാം എസൻസ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ കിട്ടിയാൽ. ഇത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബദാം എസൻസ് ഇതിപ്പോൾ 4-5 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. 3 തുള്ളി ചേർത്താലും മതി. അതിന് നല്ല മണമാണ്. അത് ഫ്രൂട്ട് കേക്കിന് നല്ലൊരു മണം കൊടുക്കും.
ഞാൻ ഈ നട്ട്സിലിട്ട് പുരട്ടി വയ്ക്കും. പിന്നെ റൂം ടെമ്പറേച്ചറായ ബട്ടർ ഇതൊരു 250, ഞാൻ എല്ലാം 250 എടുത്തേക്കണം. മാവും എല്ലാം 250, പഞ്ചസാരയെല്ലാം. അത് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അളക്കാൻ ഇതില്ലെങ്കിൽ 100 ഗ്രാമിൻ്റെ 3 ബട്ടർ എടുത്തിട്ട് 2 ബട്ടർ ഫുൾ എടുത്ത് 1/2 എടുക്കണം. അപ്പോൾ 250 ആവും. ഞാനിത് സോൾട്ടഡ് ബട്ടർ 2 എണ്ണം, ഒരെണ്ണം അൺസോൾട്ടഡ് അങ്ങനെയാണ് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഫ്രൂട്ട് കേക്കിന് ചേർക്കണം. സോൾട്ടഡ് ബട്ടർ ഒരു 1/2 ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു നല്ല മണം കിട്ടും. പിന്നെ മാവ് 250, അത് ഏകദേശം 2.5 കപ്പ്. മുട്ട 5 മുട്ട. പഞ്ചസാര 1.5 കപ്പ്, അതും 250 ഗ്രാമാണ്. ഇത് കാരമലൈസ് ചെയ്യാനുള്ള 1/4 കപ്പ് പഞ്ചസാര. ഇത് 2 സ്പൂൺ നെയ്യ് നമുക്ക് ഇതിൽ ചേർക്കാം, അതൊരു നല്ല മണം വരാനാണ്. പിന്നെ സിനമൺ പൗഡർ, ഇത് നിങ്ങൾക്ക് പൊടിയായിട്ടില്ല, ഇത് ജാതിക്ക പൊടിയാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കുറച്ച് എടുത്തിട്ട് പൊടിച്ച് ചേർക്കാം. ഇത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1.5 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. പിന്നെ ബദാം എസൻസ് ഒരു തുള്ളി കൂടെ ചേർക്കും. പിന്നെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഞാൻ ഈ പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ്, പക്ഷേ അടച്ച് തന്നെ വെച്ചേക്കണം നമ്മൾ ചേർക്കുന്നവരെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണങ്ങിപ്പോവും. നമുക്ക് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ ഇട്ടു സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അപ്പം വെള്ളം നമ്മൾ കുറച്ച് തിളയ്ക്കാൻ അപ്പുറത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ വേഗം എടുക്കണം, പതഞ്ഞ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കരിഞ്ഞ് സ്മെല്ല് മാറും, കേക്ക് കയ്പ്പായി പോവും. ഇതിൽ 1 സ്പൂൺ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കണം, ദേഹത്ത് വീഴാണ്ട് പതുക്കെ ദൂരോട്ട് മാറി നിന്ന് ഒഴിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ചേർക്കുമ്പോൾ തെറിക്കുകയില്ല. കുറേശ്ശെ ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഉരുക്കിയെടുത്തേക്കുന്നത്, കാരണം എനിക്ക് അധികം ബ്രൗൺ ആവണ്ട കേക്ക്, അതുകൊണ്ട് 1/4 കപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഉരുക്കി ചേർക്കാം. പക്ഷേ 250 ഗ്രാം പഞ്ചസാര നമ്മൾ ചേർത്തേക്കുന്നതെന്ന് 2 സ്പൂൺ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഷുഗർ കൂടിപ്പോവും, നമുക്ക് മധുരം കൂടിപ്പോവും. ഇതിപ്പോൾ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കുകയാണ്, എന്നിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർക്കണം, എന്നാലേ എളുപ്പം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 1.5 കപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വലിയ കപ്പാണ്, സ്റ്റാൻഡേർഡ് കപ്പാണ്. നമുക്ക് വലിയ കപ്പിൽ അളക്കണം. നമ്മൾ കയ്യിൽ അങ്ങനത്തെ അളക്കുന്ന കപ്പില്ലെങ്കിൽ വലിയ കപ്പ് എടുക്കണം, അല്ല ടീ കപ്പ് കുഞ്ഞ് കപ്പ് എടുക്കരുത്. നമ്മൾ ഇതിൽ എസൻസ് ചേർക്കുകയാണ്. മുട്ട ചേർക്കുന്നതിന് മുമ്പ് തന്നെ എസൻസ് ചേർക്കണം. അതല്ലെങ്കിൽ 1 മുട്ട അല്ലെങ്കിൽ 2 മുട്ട ചേർക്കുമ്പോൾ നമ്മൾ എസൻസ് ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ മുട്ടയുടെ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് നമ്മളപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് പൈനാപ്പിൾ എസൻസാണ്, വാനില എസൻസ് ചേർത്തു. ഇതിനി പൈനാപ്പിൾ എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്താൽ തന്നെ നല്ല മണമാണ്. ബദാം എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 1 തുള്ളി കൂടെ, ഒരു 1-2 തുള്ളി കൂടെ നിങ്ങളപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇവിടുന്ന് വാങ്ങുന്ന ബദാം എസൻസ് അത്രയ്ക്കൊരു സ്ട്രോങ് അല്ല. ഇത് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അത് കൂടുതൽ ചേർത്താൽ ഒരു വല്ലാത്ത മണം വരും. അപ്പോൾ 5 മുട്ടയും നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടറും ഷുഗറും കൂടെ ഏകദേശം 20 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്താലേ നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടുകയുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് അധികം ബീറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കരുത്. ബീറ്ററുള്ളവർക്ക് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. മാവിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം. അത് ബേക്കിംഗ് പൗഡർ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഫ്രൂട്ട് കേക്കിന് അധികം പൊങ്ങി വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ഒരു കണക്കിന് ചേർത്താൽ മതി. പിന്നെ സിനമൺ പൗഡർ, എല്ലാം ഞാൻ സ്പൈസസ് കുറച്ചേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതൊന്നും പൊടിച്ചതില്ലെങ്കിൽ 1 കഷ്ണം പട്ട, 1 ഗ്രാമ്പു, ഒരു ഏലക്കായുടെ തരി, ഇത് 3 കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ഇതിൽ ചേർത്താലും മതി. ഇത് ചേർക്കണ്ട, ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണ്ട. പിന്നെ ജാതിക്ക ഒന്ന് ഉരച്ചിടണം. ഇതിപ്പം ജാതിക്ക പൊടി എനിക്കുണ്ട്, ഏലക്ക പൊടി കൂടിപ്പോവരുത്, അത് ഭയങ്കര സ്മെല്ല് വരും. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ 3 സ്പൈസസും കൂടെ ചൂടാക്കി പൊടിച്ചിട്ടാലും മതി. അത് കൂടിയാൽ വല്ലാത്തൊരു ഫ്ലേവർ വരും. പിന്നെ ഇത് 3 കൂടി അരിച്ചെടുക്കണം.
ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കാരമലൈസ് ചെയ്ത ഇതിലേക്ക് നമ്മൾ ഒരു 3 ടീസ്പൂൺ ജാം, പൈനാപ്പിൾ ജാമോ മിക്സഡ് ഫ്രൂട്ട് ജാമോ ചേർക്കണം. അപ്പോൾ അതിനൊരു നല്ല ഫ്രൂട്ടിൻ്റെ മണം വരാൻ നമ്മളിതൊക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ പൈനാപ്പിൾ ജാമാണ് ചേർത്തത്. പിന്നെ ഹണി, 1 ടീസ്പൂൺ ഹണി ചേർക്കുമ്പോൾ കേക്കിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹണി ചേർക്കുന്നത്. ഫ്രൂട്ട് കേക്കിനായതുകൊണ്ടാണ്. സാധാരണ കേക്കിലും ചിലർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടിലും പകുതി പകുതി ഞാൻ ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മാവ്, 1 സ്പൂൺ മാവ് നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് കേക്കിൽ അങ്ങ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവ്. നിങ്ങളിപ്പോൾ ഇതിൽ മുഴുവനും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ മുഴുവൻ മാവിലും ഇതിനിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ സെപ്പറേറ്റ് 2ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് മാവിട്ട് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പോർഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ 125 ഗ്രാം വെച്ചിട്ട് എടുത്ത് ഹാഫ് പോർഷൻ ആക്കി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 250 ഗ്രാമാണ് എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് 125 ആക്കി ഹാഫ് ആക്കി എടുത്താലും മതി, നിങ്ങളുടെ പാൻ ചെറുതാണെങ്കിൽ. അതുപോലെ പാൻ ഒരുപാട് ഫില്ല് ചെയ്യരുത്, 1/4 ഭാഗമേ ആകാവുള്ളൂ. ഇതിൽ കാരമലൈസ് ചെയ്ത ആ സിറപ്പും മാവും മാറി മാറി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. കുറച്ച് കട്ടി കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് ബീറ്റ് ചെയ്യരുത്, ഒരുപാട് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഈ കാരമലൈസ് ചെയ്ത പാത്രത്തിൽ ഇത് ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, ചൂട് മാറിയിട്ടേ ഇതെല്ലാം ചെയ്യാവുള്ളൂ. കാരമലൈസ് ചെയ്ത സിറപ്പ് നന്നായിട്ട് തണുക്കണം, എന്നിട്ടേ ജാം ചേർക്കാവൂ. പിന്നെ അതിന് ശേഷം അതിനകത്ത് കുറച്ച് പാലൊഴിച്ചൊന്ന് ഇളക്കിയെടുത്താൽ ഫുൾ സിറപ്പും ഇതിനകത്തേക്ക് വരും. ഇതിനെ ഞാൻ 2ആയിട്ട് എടുക്കുകയാണ്. 2 ഫ്രൂട്ട്സും 2 ടൈപ്പ് ഫ്രൂട്ട്സും ചേർക്കാൻ. ആദ്യം നമുക്ക് ഓറഞ്ച് നീരൊഴിച്ച് സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഞാൻ ചേർക്കുകയാണ്. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മറ്റതിൽ അല്ലാത്ത ബ്രാൻഡി ഒഴിച്ചത് ചേർക്കാം. രണ്ടിനും ഫ്ലേവർ വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കി ഞാനത് കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ്. എൻ്റെ മോൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു, ഒരു ആംഗ്ലോ ഇന്ത്യനാണ്, ബാംഗ്ലൂർ വെച്ചിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള കേക്ക് കഴിച്ചിട്ടുള്ള അവരുടേതാണ്. അവരെനിക്ക് ക്രിസ്മസിന് കൊണ്ടുതന്ന ഒരു കേക്ക്. അത്ര ടേസ്റ്റായിരുന്നു അവരുണ്ടാക്കിയത്. ഇത് ഞാൻ കാണിച്ചത് ഇത് അല്ലാത്ത പേപ്പർ പാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത പാൻ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടിയിൽ ബട്ടർ പേപ്പർ ഇടണം. അതല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. വളരെ സ്ലോ ആയിട്ട് വേണം ഫ്രൂട്ട് കേക്ക് കുക്ക് ചെയ്യാൻ. അതുകൊണ്ട് അടിയിൽ ബട്ടർ പേപ്പർ ഇടണം. ഇതിപ്പോൾ ഈ പാനല്ല, ഈ ചെറിയ മോൾഡ് ചെറുതാണ്. അതുകൊണ്ട് ഞാൻ 3ആയിട്ട് എടുക്കുകയാണ്. ഇത് സ്ലോ ആയിട്ട് വേണം കുക്ക് ചെയ്യാൻ. സാധാരണ വയ്ക്കുന്നതിനേക്കാളും കുറച്ച് സ്ലോ ആയിട്ട് വയ്ക്കണം. ഞാൻ ആദ്യം 170 വെച്ചിട്ട് പിന്നെ അത് 165 ആക്കി, അല്ലെങ്കിൽ 160 ഏകദേശം 1 hour ബേക്ക് ചെയ്യണം. ഇത് നമ്മുടെ കേക്ക് റെഡിയായി. മോൻ കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ പാനിൽ നിന്ന് ആദ്യം ഇളക്കി എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിയിരിക്കും. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അത് കഴിച്ച് നോക്കുമ്പോഴേ അറിയൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.